ഹായ്, സെയിൽസിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലീഡിനെ നെർച്ചർ ചെയ്യുക എന്ന് പറയുന്നത്. ലീഡ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന എൻക്വയറീസ് ആണ്. ആ എൻക്വയറീസിനെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ സെയിൽസ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുക. സോ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഗൂഗിൾ ഷീറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഡയറക്റ്റ് ബൾക്ക് മെസ്സേജസ് ചെയ്യാം എന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ഷീറ്റ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഈ കാണിക്കുന്ന ഒരു ഷീറ്റ്, ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സാമ്പിൾ ഡേറ്റയാണ്, മിനിമം ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഡേറ്റയാണ്. ഇവിടെ അഡ്വർടൈസിങ്ങിന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ ലീഡ്സ് ഇവിടെ ഡമ്മി ആയിട്ട് കുറച്ച് ലീഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ലീഡിൻ്റെ ടോട്ടൽ കൗണ്ട് ഇവിടെ അറിയും. അതോടൊപ്പം തന്നെ സെയിൽസ് നടക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടുത്തെ ഈ ലീഡ്സ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ലീഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സെയിൽസ് നടക്കുന്ന ലീഡ്സിന് ഇവിടെ 1 എന്ന് ഞാൻ കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എനിക്ക് ടോട്ടൽ സെയിൽ എത്ര നടന്നു എന്ന് അറിയാൻ പറ്റും. അതിനുശേഷം എനിക്ക് ഫോളോ അപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 days എന്ന് എൻ്റർ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോളോ അപ്പിൻ്റെ നമ്പർ ഇവിടെ മാറും. ഇപ്പോൾ വീണ്ടും ഞാനിവിടെ ഫോളോ അപ്പിന് ആ ഒരു വ്യക്തിയെ കോൾ ടുമോറോ ഇവിടെ എൻ്റർ ചെയ്താൽ ഇവിടെ ടോട്ടൽ കൗണ്ട് മാറും. അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ് വെയിറ്റിംഗ്, ഓക്കെ, വിൽ പേ ടുമോറോ, ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് വരുന്ന മെസ്സേജസ്, ഇപ്പം ഈ പേയ്മെൻറ്റ് ചെയ്യാം, നാളെ പേയ്മെൻറ്റ് ചെയ്യാം എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്യുമ്പോൾ ടോട്ടൽ കൗണ്ട് കിട്ടും. ഓക്കെ, ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ബൾക്കായിട്ട് മെസ്സേജസ് അയക്കാൻ കഴിയുക? ഇപ്പോൾ എനിക്ക് ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത ആൾക്കാരെ ഞാനിവിടെ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇനി പേയ്മെൻറ്റ് ചെയ്യാനുള്ള മെമ്പേഴ്സിനെ എനിക്ക് ഇവിടെ ഒരു ബൾക്കായിട്ട് വാട്സപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് ഇത്രയും ഞാനിവിടെ കോപ്പി ചെയ്യുന്നു. നമ്മുടെ വിൻഡോസിൻ്റെ കമ്പ്യൂട്ടർ ആണെങ്കിൽ കൺട്രോൾ കീ, മാക്കിൻ്റെ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമാൻഡ് കീ, ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്കിവിടെ ബാക്കി ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി പേയ്മെൻറ്റ് ആയവരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം കൂടി ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ള ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, ബാക്കിയുള്ളതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ എനിക്ക് മെസ്സേജ് വാട്സപ്പ് അയക്കാനായിട്ട് ഇവിടെ എക്സ്റ്റൻഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിലെനിക്ക് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം. ഇതിനകത്ത് എനിക്ക് എളുപ്പമെന്ന് പറയുന്നത്, പെട്ടെന്ന് എക്സൽ ഷീറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് എത്ര ലക്ഷം ആൾക്കാരാണെങ്കിലും മെസ്സേജ് അയക്കാൻ പറ്റും. ഞാൻ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ വാട്ടി ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. വാട്ടിയിൽ ഞാനിവിടെ അപ്രൂവൽ എടുത്തിരിക്കുന്ന ടെംപ്ലേറ്റ്സ് എല്ലാം എൻ്റെ ഗൂഗിൾ ഷീറ്റിലേക്ക് വരും. ഇപ്പോൾ ഇവിടെ ഞാൻ 1-2 ടെംപ്ലേറ്റ്സ് കാണിക്കുകയാണെങ്കിൽ നോക്കിയേ, ഇത് വെബിനാറിന് 1 മണിക്കൂർ മുമ്പ് പോകേണ്ട ഒരു മെസ്സേജാണ്. കണ്ടോ, ഇങ്ങനൊരു മെസ്സേജ് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതെന്ന് പറയുന്നത് വെബിനാർ കഴിഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ്. ഇതെന്ന് പറയുന്നത് വെബിനാർ കഴിഞ്ഞ 5 മണിക്കൂർ മുമ്പുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മെറ്റ അഡ്വർടൈസിങ്ങിൽ നിന്ന് അപ്രൂവൽ എടുത്ത മെസ്സേജസ് ആണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, മെറ്റയിൽ നിന്ന് നമ്മൾ അപ്രൂവൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് എത്ര ലക്ഷം ആൾക്കാർക്ക് അയച്ചാലും നമ്മുടെ നമ്പർ ബ്ലോക്ക് ആവില്ല. അപ്പോൾ വാട്ടി ഒഫീഷ്യൽ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ ബ്ലോക്ക് ഇല്ലാതെ എത്ര പേർക്ക് വേണമെങ്കിലും മെസ്സേജ് അയക്കാം. അപ്പോൾ ഇതിനകത്തൊരു അക്കൗണ്ട് ഉണ്ടാവണം. അതിനുശേഷം ആ സെയിം വാട്ടി അക്കൗണ്ട് നമ്മൾ ഇതിനകത്ത് ലോഗിൻ ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലോഗിൻ ID പാസ്വേഡ് കൊടുത്ത് അകത്ത് കയറുക. അതിനുശേഷം ഇവിടെ എനിക്ക് ഏതാണോ മെസ്സേജ് അയക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഏത് ടെംപ്ലേറ്റ്സ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഈ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇവിടെ പേര് വരുന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പേരുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പേര് ആഡ് ചെയ്യുന്നതിന് എനിക്കിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഓട്ടോ സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാത് ആൾക്കാരുടെ പേര്, ഇപ്പോൾ അതായത് ഈ ആദ്യത്തെ ആൾക്ക് കിട്ടുമ്പം അജയ് എന്നായിരിക്കും, രണ്ടാമത്തെ ആൾക്ക് അദ്ദേഹത്തിൻ്റെ പേരായിരിക്കും, ഓരോരുത്തർക്കും അവരവരുടെ പേരുകളായിരിക്കും ഡിയർ എന്ന് പറഞ്ഞിട്ട് വരിക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. മറ്റ് എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനിവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ മെസ്സേജാണ് അയക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, സെൻഡ് കൊടുക്കുക. വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഒരു 2-3 ക്ലിക്കിലൂടെ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഇത്രയും പേർക്കും ഒരുമിച്ച് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിലെ മുഴുവൻ ആൾക്കാർക്ക്, ഇത്രയും ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എക്സ്റ്റൻഷൻ എടുക്കുക, അത് ഇവിടെ വാട്സപ്പ് ഷെഡ്യൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതൊന്ന് ലോഡായി കഴിയുമ്പോഴത്തേക്കും ഓക്കെ കൊടുക്കുക. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ നമ്പർ വരും, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ അപ്രൂവൽ എടുത്തു വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സ് ഏതാണോ ആ ടെംപ്ലേറ്റ്സ് ഇവിടെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതാണെങ്കിൽ ഞാനിവിടെ ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഈ സെൻഡ് കൊടുത്താൽ ഇപ്പോൾ തന്നെ അത്രയും പേർക്ക് മെസ്സേജ് പോകും. ടോട്ടൽ എത്രയാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് അറിയാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഇതിനകത്ത് വരിക, എക്സ്റ്റൻഷൻ വരിക, ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ
നമ്മൾ എക്സ്റ്റൻഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ആഡ് ഓൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഗെറ്റ് ആഡ് ഓൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വളരെ ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ ഗൂഗിൾ ഷീറ്റിലേക്ക് ആവശ്യമുള്ള ധാരാളം പ്ലഗിൻസ് വരും. അതിൽ നിന്ന് ഇവിടെ വാട്സാപ്പ് മെസ്സഞ്ചർ മെസ്സേജ് സെൻഡർ ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വാട്ടി എന്നുള്ള ഗ്രീൻ കളറിലുള്ള ഈ ഒരു പ്ലഗിൻ വരും. ഇതിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എടുക്കുന്ന സമയത്ത് ആഡ് എന്നായിരിക്കും വരിക. അത് ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഈ എക്സ്റ്റൻഷനിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇത് ആദ്യമായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ വാട്ടിയുടെ ലോഗിൻ ഐ ഡി അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ കൗണ്ടുകൾ അറിയുന്ന ഒരു ഷീറ്റ് നമ്മുടെ ഏതൊരു ബിസിനസ്സിലും വേണമെന്നുള്ളതാണ്. കാരണം ഒരു ദിവസം എത്ര ലീഡാണ് വരുന്നത്, അതിൽ എത്ര സെയിൽ ആകുന്നുണ്ട്, എത്രയാണ് പേയ്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്നത്, ഈ ടോട്ടൽ സമ്മറി നമുക്ക് അറിയാൻ കഴിയണം. ഫൈനലി ഒരു മാസം ആകുന്ന സമയത്ത് ഇവിടെ സമ്മറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനുവരിയിൽ എനിക്ക് എത്ര രൂപ പരസ്യത്തിന് കൊടുത്തു, എത്ര ലീഡ് ഉണ്ടായിരുന്നു, എത്ര സെയിലായി, എത്ര ഫോളോ അപ്പ്, പേയ്മെൻറ്റ് വെയിറ്റിംഗ്, ഇതെല്ലാം നമുക്ക് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ സക്സസ് ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഇതിനേക്കാളും ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടന്റ് ആഡ് ചെയ്യാം. പക്ഷേ മിനിമം ഇത്രയെങ്കിലും ഒരു ബിസിനസ്സിന് വേണം. നമുക്ക് എത്രയാണ് അഡ്വർടൈസിങ്ങിന് മുടക്കുന്നത്, ലീഡ്, സെയിൽസ്, ഫോളോ അപ്പ്, അതോടൊപ്പം തന്നെ അവൈറ്റിംഗ് പേയ്മെൻറ്റ്, ഇങ്ങനെ ഓരോ മാസവും നമ്മൾ ഡേറ്റ അപ്ഡേറ്റ് ചെയ്താൽ നമ്മുടെ ഒരു പ്രോഗ്രസ്സും എവിടെയാണ് നമുക്ക് വ്യത്യാസം വരുത്തേണ്ടതെന്ന് നമ്മുടെ ഡേറ്റ വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ലീഡ് കൂടുതൽ വരുന്നുണ്ട്, സെയിൽ ആകുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് വർക്ക് ചെയ്യാം. ലീഡിൻ്റെ എണ്ണം കുറവാണെങ്കിൽ ലീഡ് കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ഇനി ആൾക്കാർ അവൈറ്റിംഗ് പേയ്മെൻറ്റ് പറഞ്ഞിട്ട് പേയ്മെൻറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സ്പെഷ്യൽ ഓഫർ കൊടുക്കുക. അപ്പോൾ ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫണൽസ് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം വാട്ടിയൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാം. വാട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ആദ്യമായിട്ട് വാട്ടി ആപ്ലിക്കേഷൻ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടി എന്ന് പറയുന്നത് നമ്മുടെ വാട്സാപ്പ് ഓട്ടോമേഷൻ ടൂളാണ്. ഇതിനകത്ത് ധാരാളം ചാറ്റ് ബോട്ടുകളുണ്ട്. ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആൾ ഒരു ഹായ് മെസ്സേജ് അയക്കുന്നത് മുതൽ ഒരു കസ്റ്റമർ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും കൃത്യമായിട്ട് ആൻസേഴ്സ് പ്രീ ഡിഫൈൻ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ലീഡ് വരുന്നതിന് ശേഷം ഡിഫറൻ്റ് ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺസ് കൊടുക്കുക. അതിനുശേഷം അവർ ആൻസർ ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് റോബോട്ട് തന്നെ റിപ്ലൈ ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു കസ്റ്റമർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ വേണമെന്ന് ചോദിച്ചാൽ റോബോട്ടായിരിക്കും റിപ്ലൈ ചെയ്യുക. ആ രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റെസ്പോൺസസ് ചെയ്യാനായിട്ട് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് വാട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. വാട്ടി ആപ്ലിക്കേഷന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ വാട്ടിയുടെ ലിങ്കും അതിൻ്റെ രജിസ്ട്രേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്ടിയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ലീഡ് നെർച്ചർ ചെയ്യാനായിട്ട്, ഫാസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഗൂഗിൾ ഷീറ്റ് വാട്ടി ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളുമായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം. ഈ ചെറിയ അറിവുകൾ നിങ്ങളുടെ സമയം ഒത്തിരി സേവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ കാൽസ.